ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന LSSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അതിൻ്റെ ആൻസർ കീ ഒന്ന് നോക്കാം. ഓക്കെ, ഫെബ്രുവരി 2024 പേപ്പർ 1 പാർട്ട് എ മലയാളമാണ്. 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും നേരെ സ്കോർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന സ്ഥലത്താണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നാമാവശേഷമാകുക എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അപ്പോൾ നാമാവശേഷമാകുക എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇല്ലാതാവുക, ഇല്ലാതാവുക. ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ആരല്ലൻ ഗുരുനാഥൻ ആരല്ലൻ ഗുരുനാഥൻ പാരീതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ ആരുടേതാണ്? ഒളപ്പമണ്ണയുടേതാണ് ഈ വരികൾ. ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം, മൂന്നാമത്തെ ചോദ്യം, കടങ്കഥയ്ക്ക് ഉത്തരം എഴുതാനാണ്. കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ്. ഉത്തരം എന്താണ്? കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ്. ഇതെന്താണ്? സൂചിയാണ് ഇതിൻ്റെ ഉത്തരം. KK നീലകണ്ഠൻ്റെ തൂലികാനാമം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഇന്ദുചൂടൻ. KK നീലകണ്ഠൻ്റെ തൂലികാനാമം ഇന്ദുചൂടൻ എന്നാണ്. അഞ്ചാമത്തെ, വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ കുമാരനാശൻ എഴുതിയ കൃതി ഏത്? വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ കുമാരനാശൻ എഴുതിയ കൃതിയാണ് കരുണ. ഇനി ഈ ഒരു ചിത്രത്തിലെ കലാരൂപം ശ്രദ്ധിച്ചോ? ആറാമത്തെ ഏതാണ്? അത് ദഫ്മുട്ടാണ്. ഈ കലാരൂപത്തിൻ്റെ പേരെന്താണ്? ദഫ്മുട്ട്. ഇനി കൂട്ടത്തിൽ പെടാത്തത് എഴുത്. കുന്നി പ്ലസ് കുരു, അംഗം പ്ലസ് തട്ട്, നല്ല പ്ലസ് കാലം, പള്ളി പ്ലസ് കൂടം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നല്ല പ്ലസ് കാലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? അപ്പോൾ ഓപ്ഷനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന MT വാസുദേവൻ നായർ, തകഴി ശിവശങ്കരപ്പിള്ള, കുഞ്ചൻ നമ്പ്യാർ, ONV കുറുപ്പ്. അപ്പോൾ അതിൽ ഉത്തരം എന്താണ്? MT വാസുദേവൻ നായർ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ അക്ഷരമാല ക്രമം പാലിച്ച കൂട്ടമേത്? ആദ്യത്തേത് കേരളം, കശുമാവ്, കൗമുദി, കോടതി, കൈതച്ചക്ക. കശുമാവ്, കൗമുദി, കോടതി, കൈതച്ചക്ക കേരളം. കേരളം, കോടതി, കശുമാവ്, കൈതച്ചക്ക, കൗമുദി. കശുമാവ്, കേരളം, കൈതച്ചക്ക, കോടതി, കൗമുദി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? കശുമാവ്, കേരളം, കൈതച്ചക്ക, കോടതി, കൗമുദി. നാലാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം നോക്കാം. തെറ്റായ ജോഡി ഏത്? ധീരൻ. ധീരൻ്റെ വിപരീത പദം ഭീരു. തൃപ്തി, സംതൃപ്തി. ഗുരുത്വം, ലഘുത്വം. ആധുനികം, പ്രാചീനം. ഇതിൽ തെറ്റായത് ഏതാണ്? തൃപ്തി അല്ലേ? തൃപ്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീതമെങ്കിൽ അസംതൃപ്തി എന്ന് പറയാം. അപ്പോൾ തെറ്റായത് തൃപ്തി, സംതൃപ്തിയാണ് തെറ്റായത്. ഇനി അടുത്തത്, കുത്തബ് മിനാർ ഒരിക്കൽ സന്ദർശിച്ച ഒരാൾ അവിടുത്തെ കാഴ്ചകൾ മറക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും ഉയർന്ന ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്. SK പൊറ്റക്കാടിൻ്റെ ഈ വരികൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? അപ്പോൾ ഒരിക്കലും മറക്കാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന യാത്ര നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിവരണം തയ്യാറാക്കാൻ. അപ്പോൾ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുത്തബ് മിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത്, കൂട്ടത്തിൽ പെടാത്തത്. ബിലാത്തി വിശേഷം ഒറ്റനോട്ടത്തിൽ 2 കാന്താരി കുട്ടികൾ, അഗ്നിപർവ്വതത്തിൽ, ഇന്ത്യ, അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട് വരെ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്താണ്? ഇന്ത്യ, അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട് വരെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് താഴെ കൊടുക്കുന്നു. ശ്രദ്ധിച്ച് വായിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വരാൻ സാധ്യതയുള്ള വാർത്ത തയ്യാറാക്കാൻ. അപ്പോൾ ഒരു പത്ര വാർത്ത തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ നോട്ടീസിൽ നിന്ന് നിങ്ങൾ ഒരു പത്രവാർത്ത തയ്യാറാക്കുക. അപ്പോൾ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ശീർഷകം ഒരു നല്ല ടൈറ്റിൽ കൊടുക്കണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു പത്രവാർത്ത തയ്യാറാക്കുക. ഇനി അടുത്തത്, പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നല്ല ശീർഷകത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെടാത്തതേത്? വായനക്കാരെ വാർത്തയിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം, അത് ശരിയാണ്. വാർത്തയുടെ ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം, അതും ശരിയാണ്. ശീർഷകം കൂടുതൽ നീളമുള്ളതായിരിക്കും, അത് തെറ്റാണ്. അപ്പോൾ B ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി ഭൂമിക എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതുക. ഭൂമിക എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ലോകം എന്നാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ആൻസർ കീ ആണ് ഇപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് അടുത്ത പാർട്ട് B ഇംഗ്ലീഷ് നോക്കാം.